നയമല്ല, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല. മനസ്സിലായില്ലേ? അയാൾ ഞാൻ ഈ പറഞ്ഞ നെക്സസിന്റെ ഭാഗമാണ്. എന്താണ് നെക്സസ്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ ഒരു വലിയ വിഭാഗം തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കോൺഗ്രസിലെ പ്രവർത്തകർക്കും നീതി കിട്ടില്ല, ലീഗിന്റെ പ്രവർത്തകർക്കും നീതി കിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർക്കും നീതി കിട്ടില്ല, BJPയിലെ ഒരു വിഭാഗത്തിന് നീതി കിട്ടില്ല. ഇവരുടെ പോരാട്ടം ഈ നേതൃത്വത്തിനെതിരാണെങ്കിൽ ആ കേസ് തെളിയില്ല, ആ കേസ് എടുക്കൂല. അപ്പൊ ഇവരെ അങ്ങോട്ട് വിളിക്കും, അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പം നിങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം ഒന്ന് തോമസ് കുട്ടി പത്രക്കാരൻ ഇട്ട് നോക്കൂ. അദ്ദേഹം എന്താണ് ആ DC ഓഫീസിന്റെ മുന്നിൽ നിന്നിട്ട് ആക്രോശിക്കുന്നത്? അൻവർ, താന്തോന്നി, മറ്റതൊക്കെ പോട്ടെ, കോമാളി, ഓക്കെ, സമ്മതിച്ചു. പിന്നെന്താ പറയുന്നത്? കോൺഗ്രസ്സുകാര് അൻവറിനെ എടുക്കൂല, തട്ടിയില്ലേ. പിന്നെ ലീഗ് എടുക്കൂല പറഞ്ഞില്ലേ, കേട്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളി. പിന്നെ ആരാ? അൻവർ ഒറ്റക്ക് ഒരു നാവ് തട്ടി, എല്ലാവരും തെറ്റി. ഒരു നാവ് കേൾക്ക്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, നിങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കണം. ലക്ഷക്കണക്കിന് സഖാക്കളുടെ നാവ് എതിരിൽ പ്രവർത്തിക്കുകയാണ്. ഒരു ചുക്കു അൻവർ ചെയ്യാൻ ഒറ്റപ്പെട്ടു. ഇനി കാണാം നമുക്ക്. ഇതാണ് നെക്സസ്. കോൺഗ്രസ്സുകാർ എന്നെ എടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ജില്ലാ സെക്രട്ടറി, ലീഗുകാരെ ഏറ്റെടുക്കണ്ട എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി. BJPക്ക് പോവും പോലും തട്ടിയെന്ന് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ആ ഓപ്ഷൻ കൊടുക്കായിരുന്നു. അപ്പം ഇതാണ് ഇവർ ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഇതിന്റെ തകരാറ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തകരാറാണ്, കോൺഗ്രസ് പ്രവർത്തകർക്ക് തകരാറാണ്. അല്ല, ഞാൻ ആ കോക്കസിനെതിരെയാണല്ലോ പോരാട്ടം. ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കുമെന്ന് ഞാൻ പരീക്ഷിക്കും. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ മനസാക്ഷിയിലെ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ. ചിലപ്പോൾ ന്യൂനപക്ഷമാവും. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം അതല്ല ഉദ്ദേശിക്കുന്നത്, എണ്ണത്തിൽ ന്യൂനപക്ഷമാകാം, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നാട്ടിലെ നന്മയും സമാധാനവും നമ്മൾ നിൽക്കുന്ന, ഇവിടെ തോമസ് കുട്ടി ഉണ്ട്, ജോസഫ് ഉണ്ട്, ഈ പറയുന്ന സുരേഷ് ഉണ്ട്, ലിജു ഉണ്ട്, സിയാദ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ ഈ അങ്ങാടിയിൽ, ഇപ്പം ഈ ഒതായി അങ്ങാടിയിൽ ഇറങ്ങിയാൽ, നിലമ്പൂരിൽ ഇറങ്ങിയാൽ അത് രണ്ടാക്കി മുറിച്ച് തോമസും ഈ പറയുന്ന അൻവറും രണ്ടായി കുടിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അല്ലെങ്കിൽ ഈ അൻവറും ഈ പറയുന്ന എന്താ പറയാ രമേശനും ഉണ്ടാക്കി കൊടുക്കും. 3 ആളുണ്ടെങ്കിൽ 3 ആളും കുടിക്കും, അല്ലേ? ഇതാണ് ഈ നാട്, അതാണ് ഈ നാടിന്റെ സൗന്ദര്യം. അത് തകർക്കാനാണ് ഈ ശ്രമം നടക്കുന്നത്. ആ ശ്രമത്തെ തകർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട എന്താ പറയാ വർഗീയതക്കെതിരെ നിലപാടെടുക്കേണ്ട, ശക്തമായ നിലപാടെടുക്കേണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഇരുന്നിട്ട് പറയാണ്, ന്യൂനപക്ഷങ്ങൾക്ക് ഇത് കൊടുക്കരുത്, അത് പാർട്ടി ലൈനല്ല. എവിടെ നടക്കുക? ഒരു MLA 5 നേരം നിസ്കരിക്കുന്നതുകൊണ്ട് ഓനെ തളർത്തണം, ഓനെ തകർക്കണം. അതിന്റെ ബുദ്ധിമുട്ട് ആരാ അനുഭവിക്കുന്നത്? ലക്ഷക്കണക്കിന് ഈ സംസ്ഥാനത്ത്, ജില്ലാ മണ്ഡലമല്ല, ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് ബൈപ്പാസ് ഇല്ലാത്തതുകൊണ്ട് ഈ വിഷമം അനുഭവിക്കുന്നത്. 300 ചില്ലാൻ കുടുംബങ്ങളാണ് കഴിഞ്ഞ 10-18 കൊല്ലമായിട്ട് ആ പൈസ ഒന്ന് കിട്ടിയ കുട്ടീനെ കെട്ടിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്നാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് നിൽക്കുക, പലരും റിപ്പയർ ചെയ്യാൻ വയ്യായിട്ട്. ഇതെല്ലാം ഞാൻ തലയിലേറ്റി നടക്കരുത്, മിണ്ടാതെ എപ്പോഴെങ്കിലും നടന്നു കിട്ടട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് കോമരം തുള്ളുന്ന പോലെ ജില്ലാ പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്നിട്ട് ഇവൻ തുള്ളുകയാണ്, EN മോഹൻദാസ്. അവനെ ചവിട്ടാൻ ഇട്ടിട്ടുണ്ട് ജില്ലാ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് 4 ആളെ സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷക്കാരനെ കൊണ്ടില്ല, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്റെ RSS നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, പാർട്ടി ഓഫീസിൽ വേണ്ട കേട്ടോ എന്ന് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എണീറ്റ് ചവിട്ടാൻ ഈ EN മോഹൻദാസിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ഈ പറയുന്ന വർഗീയവാദിയാണെന്നുള്ളത് മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റിൽ മനസ്സിലാക്കിയാൽ മതി. അവന്റെ മൂട്ടിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നത്. അവന് സമാധാനമായി. ഇന്നലെ പുറത്താക്കിയത് നിന്നെ പാർട്ടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പുറത്താക്കിയതായിട്ട് അവസാനം പത്രക്കാരുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് 3:30 മണിക്കാ. EN മോഹൻദാസ് ഈ കോമരം തുള്ളി എന്നെ പുറത്താക്കുന്നത് രാവിലെ 10 മണിക്കാ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ തള്ളി പറയുന്നതിന് മുമ്പ് ജില്ലാ സെക്രട്ടറി എന്നെ പുറത്താക്കി ഭയങ്കര ഹാപ്പിയാ. അപ്പോഴും ഇടതുപക്ഷ LDFന്റെ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പറഞ്ഞപ്പോ